ഹലോ, അപ്പോൾ ഇന്ന് May 9, 2024. എനിക്ക് ഇത്ര നേരം ടെൻഷനൊന്നുമില്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് ടെൻഷനാവും. 3:30 ഒക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ഫുൾ റിസൾട്ടൊക്കെ പബ്ലിഷ് ആകുന്നത്. 10th റിസൾട്ട് വീട്ടിലിരുന്ന് അറിയാനുള്ള ഭാഗ്യമുണ്ടായി. ബട്ട് +1 വന്നപ്പോഴത്തേക്കും നമ്മളെല്ലാവരും സ്കൂളിലായിരുന്നു. അപ്പം ടീച്ചേഴ്സാണ് നമ്മുടെ റിസൾട്ട് പറഞ്ഞത്. ഡാഡി മമ്മി വീട്ടിലുണ്ട്. ഇപ്പം 3:53 ആയിട്ടുണ്ട് സമയം. മമ്മി ഹലോ അച്ഛാ. ഹലോ, അപ്പോൾ ഇന്ന് May 9, 2024. അപ്പോൾ ഇന്ന് 3 മണിക്ക് +2 റിസൾട്ട്, കേരള സ്റ്റേറ്റിൻ്റെ +2 റിസൾട്ട് പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ലാപ്ടോപ്പും ഫോണും ക്യാമറയൊക്കെ ആയിട്ട് സെറ്റായിട്ടിരിക്കുകയാണ് എൻ്റെ റിസൾട്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ന്യൂസ് നോക്കാം, എന്തായി അവിടെ പ്രസ് മീറ്റൊക്കെ എന്തായെന്ന് നോക്കാം. എല്ലാ വിദ്യാർത്ഥികളെയും അനുമോദനം നേരുന്നു. 2024 മാർച്ച് 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷയിലാകെ 2024 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,74,755 പേർ പരീക്ഷ എഴുതി. റിസൾട്ട് വിശദമായി പറഞ്ഞാൽ, റെഗുലർ സ്കൂൾ പോയി ആകെ കുട്ടികൾ 3,74,755, ആൺകുട്ടികൾ 1,81,466, പെൺകുട്ടികൾ 1,93,289. നമ്മൾ 3 മണിയായിട്ടുള്ളൂ, 3:11 ആയിട്ടുള്ളൂ. ഫലപ്രഖ്യാപനമാണ് 3 മണിക്ക്. മറ്റേത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് 4 മണിക്ക്. 4 വരെ അതിന് മുമ്പ് കിട്ടുമോ നമുക്ക് നോക്കാമല്ലേ? വന്നിട്ടില്ല, സെക്കൻഡ് ഇയറിനെ കുറിച്ചിട്ടൊന്നും വന്നിട്ടില്ല. രണ്ടോ ഒന്നും ആയിട്ടില്ല. ഇങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും അമ്മയോട് വീട്ടിൽ നിന്ന് അമ്മേ എന്നാ പറയാനുള്ളേ? ഡാഡിക്ക് എന്നാ പറയാനുള്ളേ? എൻ്റെ 10th റിസൾട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നപ്പോഴാണ് റിസൾട്ട് പബ്ലിഷ് ആയത്. അതിൻ്റെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാനെങ്ങും പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. 10th റിസൾട്ട് SSLC ഞാൻ വീട്ടിൽ ഇരുന്നപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് അറിയുന്നത്. ബട്ട് +1 വന്നപ്പോഴത്തേക്കും നമുക്ക് ക്ലാസ് ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പം +2 ക്ലാസ്സിലിരുന്നാണ് നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റിയത്. അപ്പം അതിനു മുമ്പ്, ആ ദിവസത്തിന് മുമ്പ് കുറേ ഫേക്ക് ന്യൂസൊക്കെ കണ്ടു. ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ്, റിസൾട്ട് ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞ് കുറേ ഫേക്ക് ന്യൂസ് കണ്ടതുകൊണ്ട് നമുക്ക് പുലി വരുന്നേ ആ ഒരു കഥ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് ആ കറക്റ്റ് ദിവസം പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളാരും വിശ്വസിച്ചില്ല. ഞങ്ങളൊരു സെക്കൻഡ് പീരീഡ്, ക്ലാസ്സിലൊരു സെക്കൻഡ് പീരീഡൊക്കെ ആയപ്പം ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ഓക്കെ ഇന്ന് നിങ്ങളുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും വെബ്സൈറ്റിൽ കയറാൻ പറ്റിയിട്ടില്ല. ഫസ്റ്റ് ബ്രേക്കിന് തന്നെ ഞങ്ങളിങ്ങനെ സ്റ്റാഫ് റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ നോക്കുമായിരുന്നു, ഈ റിസൾട്ട് വന്നു. അവിടുത്തെ ഈ ഡെസ്ക്ടോപ്പിലെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു വെബ്സൈറ്റ്. നമ്മളിങ്ങനെ നോക്കുമായിരുന്നു. പിന്നെ അവസാനം ലഞ്ച് ബ്രേക്കിന് ടീച്ചർ നമുക്ക് അതിൻ്റെ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്ന് കാണിക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ SSLC +1 ദൈവാനുഗ്രഹം കൊണ്ട് ഫുൾ A+ ഉണ്ടായിരുന്നു. +2 ഇന്നറിയാം. അപ്പം ഇപ്പം ഡാഡിയും മമ്മിയൊക്കെ ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. ചേട്ടനും ചേച്ചി ഇവിടെ ഇല്ല. ചേട്ടനും ചേച്ചിയും കൊച്ചും ഇവിടെ ഇല്ല. അവർ ചേച്ചിയുടെ വീട്ടിൽ പോയേക്കാണ്. കറക്റ്റ് ഈ ഒരു സമയമായപ്പോൾ അവർ പോയി. അതുകൊണ്ട് അവർ എൻ്റെ ഇവിടെ റിസൾട്ട് ലൈവ് കാണാൻ ഇല്ല. ഡാഡി മമ്മി ഇവിടെ ഉണ്ട്. അപ്പം അവരോടൊപ്പം ആയിരിക്കും ഇന്നത്തെ റിസൾട്ട് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്നും ആയിട്ടില്ല, 4 മണിയൊക്കെ ആകുമെന്ന് ഇപ്പം ഞാനൊരു വെബ്സൈറ്റിൽ കയറി നോക്കിയപ്പം അവർ പറയുന്നത് 4 മണിയാവും റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ടെന്ന്. ഇപ്പം 3:53 ആയിട്ടുണ്ട് സമയം. 4-നാണ് ഒഫീഷ്യലി വരിക എന്ന് പറഞ്ഞത്. നമുക്കൊന്ന് ചെറുതായിട്ട് കയറി നോക്കാം അല്ലേ? ഞാൻ വിചാരിച്ചു 4 മണിക്ക് വരത്തുള്ളൂ, പക്ഷേ സൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ കയറി നോക്കാം.
മമ്മി മമ്മിയും കൂടെ വിളിക്കാം. മമ്മി കേൾക്കുന്നില്ലയോ? ഫോൺ വിളിക്കാം. തൊട്ടടുത്ത റൂമിലുണ്ട്, പക്ഷെ മമ്മി കേൾക്കുന്നില്ല. മമ്മി അവിടെ ഫാൻ ഇട്ടേക്കുന്നുണ്ടാന്ന് തോന്നുന്നു. അടുത്തുവാ നാടി പോയി പോയി. അയ്യോ 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 പേടിയാന്നു, അയ്യോ പേടിയാന്നു. അപ്പൊ മമ്മി വന്ന് അടുത്തിരിപ്പുണ്ട്. ഓക്കെ One, two, three, four, five, six. ഇവിടെ ഗ്രേഡ് ഒബ്റ്റെയിൻഡ്. ഇപ്പഴാണ് ഓപ്പൺ ചെയ്തത്. ഞാൻ വിളിക്കാം, ഞാൻ പറയാം. ഹലോ ഹലോ ചേച്ചാ, ഒരു ഒന്നും പറയല്ലേ? എടാ ഇച്ചിരി കുറവാ മാർക്ക്. എടാ എടാ ഫുൾ എ പ്ലസ് ഉണ്ട്. ശരിയാണോ ശരിയാണോ എന്നോട് ചേച്ചി ഉണ്ടോ അടുത്ത്? ആണോ? നിങ്ങൾ എത്തിയോ? എത്തിയോ അവിടെ? ആണോ? ഓക്കെ 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 ഓക്കെ. ആ ഉണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പ്ലസ് ഫസ്റ്റ് ഇയർ എക്സാം തൊട്ടുള്ള എല്ലാം ഉണ്ട്. ഡാഡി വിളിച്ച് പറയട്ടെ, ഡാഡി പറയട്ടെ. ഹലോ ഡാഡി. ഡാഡി ഡാഡി ഫുൾ എ പ്ലസ് ഉണ്ട്. ഇപ്പൊ 4 മണി ആയില്ല, അതിന് മുമ്പ് ഇത് ചെയ്യാൻ പറ്റി, കേറാൻ പറ്റി. ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാ. ഇത് ഇതായിരുന്നു എൻ്റെ റിസൾട്ട് റിയാക്ഷൻ വീഡിയോ. ടെൻഷൻ അടിച്ചു പോയി അവസാനം. കാരണം 3 മണിക്ക് വരുമെന്ന് പറഞ്ഞ് 3 മണിക്ക് കിട്ടിയില്ല. പിന്നെ 4 മണി ആകാൻ ഇച്ചിരി സമയമായപ്പോൾ ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കിയത്. അപ്പം കണ്ടു, അപ്പം ഞാൻ ഞെട്ടി. അപ്പം തന്നെ മമ്മിയെ വിളിച്ചു. അങ്ങനെയായിരുന്നു. ഹാപ്പി ഹാപ്പി ഹാപ്പി. അപ്പോൾ മമ്മിക്ക് കോൾ എന്തോ വന്നു, മമ്മി പോയി. അപ്പോൾ സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. സോ ബൈ. താങ്ക് യു ഗോഡ്.